ഇപ്പം എനിക്ക് 2.5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. 2.5 എന്ന് കേൾക്കാൻ തന്നെ പേടിയാവുക. പക്ഷേ നാട്ടിലുള്ളവർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ചിലർക്കൊക്കെ നല്ല രീതിയിൽ വണ്ടി ഓടിക്കാൻ അറിയാം, പക്ഷേ ലൈസൻസ് ഇല്ല. ചിലർക്ക് ലൈസൻസ് ഉണ്ട്, തീരെ വണ്ടി ഓടിക്കാൻ അറിയില്ല. പക്ഷേ എനിക്കും എൻ്റെ കൂട്ടുകാരനൊരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല, അതുകൊണ്ട് തന്നെ ലൈസൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ലൈസൻസ് എടുക്കാനായിട്ട് മറ്റേ ഐ ടെസ്റ്റ് ഡോക്ടറെ കാണണമല്ലോ, അങ്ങനെ അപ്പോയിൻമെൻ്റൊക്കെ എടുത്ത് ഡോക്ടർ റൂമിലേക്ക് കയറി. അപ്പോൾ വയസ്സായ ഒരാൾ ഭയങ്കര ഒടിഞ്ഞു തൂങ്ങി ഒരു കറുത്ത കണ്ണടയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പുള്ളീനെ കണ്ടാൽ തോന്നും പുള്ളിക്കാണ് ഒരു ഡോക്ടർ ആവശ്യമുള്ളത് നമുക്ക് തോന്നും. അങ്ങനെ പറഞ്ഞു, ഈ സൈഡിലത്തൊക്കെ വായിക്കാൻ പറഞ്ഞിട്ട് മലയാളം വായിക്കാൻ അറിയാത്ത എൻ്റെ കൂട്ടുകാരൻ വരെ ഈ ലൈസൻസിന് വേണ്ടി അതും വായിച്ചു. അടുത്തതാണ് പരീക്ഷണം. ടേബിളിൽ ഒരു ബോക്സ് ഇരിക്കുന്നുണ്ട്, അതിലൊരു പച്ച കളർ മാർക്കർ, നീല കളർ മാർക്കർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവൻ്റെ അടുത്ത് പച്ച കളർ മാർക്കർ ചൂണ്ടിയിട്ട് ഇത് ഏതാ കളറെന്ന് ചോദിച്ചു. അപ്പം അവൻ പറഞ്ഞത് പച്ചയാണല്ലോ. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പാൻ വെച്ചിട്ട് പ്രശ്നമാണ് എന്നുള്ള മൈൻഡിൽ അപ്പം എന്നോട് ചോദിച്ചു, എന്നാൽ താൻ പറയടോ ഇതിൻ്റെ കളർ ഏതാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അത് പച്ചയാണെന്ന് പറഞ്ഞു. വീണ്ടും ഡോക്ടർ കഴിഞ്ഞിട്ട് പ്രശ്നമാണെന്ന് പറഞ്ഞു. എന്നിട്ട് ആ മാർക്കർ എടുത്തിട്ട് കണ്ണാട ഊരിയിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് ഇനി വല്ല കളർ ബ്ലൈൻഡ്നെസ് അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് വിചാരിച്ച് പ്രശ്നമാണോ ഡോക്ടറെന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പ്രശ്നമാണ്, പക്ഷേ നിങ്ങൾക്ക് പ്രശ്നമില്ല, ഇത് എനിക്കാ പ്രശ്നം, എനിക്കിത് മഞ്ഞയായിട്ട് തോന്നണം, നല്ലൊരു ഡോക്ടറെ വേറെ കാണേണ്ടി വരുന്നു. അങ്ങനെ ഡ്രൈവിംഗ് അറിയാവുന്നത് ഇതുപോലെ തന്നെ ലൈസൻസ് ഉള്ള ഒരു ബെന്നിയേട്ടൻ ഞങ്ങളവിടെ ഉണ്ട്. ബെന്നിയേട്ടൻ ഇലക്ട്രീഷ്യനാണ്. മൂപ്പര് ഫ്രിഡ്ജ് റെഡിയാക്കാൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കാശ് മാത്രം കൊടുത്താൽ മതി, ബാക്കി അവിടുത്തെ മോട്ടറും കോളിംഗ് ബെല്ലും ഫാനൊക്കെ മൂപ്പര് റെഡിയാക്കി തരും. വേറെ ഒന്നല്ല, ഈ ഫ്രിഡ്ജ് ഓട്ടോമാറ്റിക് കേടാവുന്നതാണ്, ബാക്കിയൊക്കെ ഈ പുള്ളിക്കാരൻ വന്നിട്ട് കേടാക്കിയിട്ട് പോകുന്നതാണ്. ഒരു ദിവസം മോട്ടർ റെഡിയാക്കിയിട്ട് സ്വിച്ച് ഇട്ടപ്പോൾ കോളിംഗ് ബെല്ല് വരെ അടിച്ച അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ റാഫേലേൻ്റെ വീട്ടിൽ ഈ TV റെഡിയാക്കിയിട്ട് ബെന്നിയേട്ടൻ അങ്ങനെ പോകുമ്പോൾ ഫാൻ അവിടെ കറങ്ങുന്നുണ്ട്. പറഞ്ഞു ഇതെന്താ സ്പീഡില്ലല്ലോ, ഞാൻ റെഡിയാക്കി തരാം പേടിക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ അപ്പുറത്ത് പോയിട്ടൊരു ലാഡർ എടുത്തിട്ട് വരാം എന്നിട്ട് റെഡിയാക്കാമെന്ന് പറഞ്ഞ് തിരിച്ച് എവിടുന്നോ കഷ്ടപ്പെട്ട് പോയി ഒരു ലാഡറൊക്കെ എടുത്ത് വന്ന് നോക്കുമ്പോൾ ഈ ഫാൻ നല്ല സ്പീഡിൽ കറങ്ങുന്നുണ്ട്. അപ്പോൾ ബെന്നിയേട്ടൻ ദേഷ്യമായി. ബെന്നിയേട്ടൻ പറഞ്ഞു നിങ്ങൾ വേറെ പണിക്കാർ വെച്ച് സാധനം റെഡിയാക്കിയെന്ന് ചോദിച്ചിട്ട് ഈ റാഫേലിൻ്റെ അടുത്ത് ചൂടായി. ഇപ്പോൾ റാഫേലേട്ടൻ പറയാം എടാ പോത്തെ ഇങ്ങോട്ട് വായു എന്ന് പറഞ്ഞു. എന്നിട്ട് ഇതാണ് റെഗുലേറ്റർ, ഇതിൽ 1 സ്പീഡ് കുറവാണ്, 5 സ്പീഡ് കൂടും, ഇതുപോലും നോക്കാൻ അറിയാത്ത നീ എവിടുത്തെ ഇലക്ട്രീഷ്യനാണെന്ന് എന്നിട്ട് ഇയാളുടെ അടുത്ത് ചൂടായി.